തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ എഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡിജിപി സർക്കാരിന് കൈമാറുകയാണ്. പൂരം കലക്കിയതിൽ അട്ടിമറിയോ ബാഹ്യ ഇടപെടലോ ഇല്ലെന്ന റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ലെന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ. റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമെടുക്കുക സർക്കാരാണ്. തൃശൂർ പൂരം കലക്കിയത് എഡിജിപി MR അജിത് കുമാർ തന്നെയാണെന്നാണ് CPI മുഖപത്രമായ ജനയുഗം ലേഖനത്തിലൂടെ പറയുന്നത്. ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇതിന് തെളിവുകളുണ്ട്. പൂരം പരിപാടികൾ നിയന്ത്രിക്കുന്നത് അജിത് കുമാർ ആണെന്ന് ചിത്രത്തിൽ വ്യക്തമാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്ന ഗൂഢാലോചനയുടെ ഓരോ നീക്കവും വീഡിയോയിൽ ഉണ്ടെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. നാണം കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനാവുകയാണ് അജിത് കുമാർ എന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. രൂക്ഷമായ ഭാഷയിലാണ് CPIയുടെ മുഖപത്രം ജനയുഗം വിമർശിക്കുന്നത്. വീഴ്ചയുടെ ഉത്തരവാദി അജിത് കുമാർ എന്നു മാത്രമല്ല, ഇത് BJPക്ക് വേണ്ടിയുള്ള ഒത്താശയായിരുന്നു അജിത് കുമാർ നടത്തിയതെന്നും ഈ ലേഖനത്തിൽ CPIയുടെ മുഖപത്രം നേരിട്ട് പറയുമ്പോൾ ഇനി ഇടതുമുന്നണി രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടെടുത്തപ്പോൾ, മുഖ്യമന്ത്രി നിലപാടെടുത്തപ്പോൾ ഇനി അതിന്റെ തുടർ നടപടികളും നിർണായകമാണ്. VV അരുണുമുണ്ട്, VV വിനോദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അരുൺ, ഈ റിപ്പോർട്ടിൽ CPI എടുക്കുന്ന നിലപാട് ശക്തമായി വ്യക്തമാണ്. കാരണം അതിൽ ഒന്ന് റിപ്പോർട്ട് ഇന്നലെ തള്ളുന്നു. ഇന്നലെ തന്നെ CPI നേതാക്കൾ, പ്രത്യേകിച്ച് സുനിൽകുമാർ അടക്കമുള്ളവർ ആ റിപ്പോർട്ട് തള്ളി നിലപാടെടുത്തു. പക്ഷേ ഇന്ന് ഈ ലേഖനത്തിൽ ആരോപിക്കുന്നത് BJPക്ക് വേണ്ടിയുള്ള ഒത്താശയാണ് എന്നവർ നേരിട്ട് ആരോപിക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ഇനി സർക്കാരിന് സ്വീകരിക്കാൻ കഴിയില്ലാത്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം CPI മുന്നിൽ തന്നെ ഉണ്ടാക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാവും ഇടതുമുന്നണി രാഷ്ട്രീയം ഇതിനോട് പ്രതികരിക്കുക? അരുൺ. സൈത്ത, പൂരം കലങ്ങൽ സംബന്ധിച്ച് അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് കലങ്ങാത്തത് CPIക്കാണ്. സ്വാഭാവികമായും CPI റിപ്പോർട്ട് അങ്ങനെ അംഗീകരിക്കുന്നത് മാത്രമല്ല, അപഹസിച്ച് തള്ളുകയുമാണ് CPI. അജിത് കുമാറും ഓടുന്ന കുതിരയും എന്ന പേരിൽ ഒരു ലേഖനമാണ് ജനയുഗത്തിന്റെ CPI മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലുള്ളത്. അതിലാണ് അജിത് കുമാറിനെ വാതിൽപ്പഴുതിലൂടെ എന്ന പങ്ക്തിയിലാണ് ഈ ഒരു അജിത് കുമാറിന്റെ വിമർശനം വരുന്നത്. പൂരം കലക്കൽ വേളയിൽ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. കലക്കലിൽ പ്രതിഷേധിക്കുന്ന ഭക്തജനങ്ങളെ അജിത്ത് അഭിസംബോധന ചെയ്യുന്ന ചിത്രം. ചാരനിറത്തിലുള്ള ഷട്ടുധാരി, ഇരുകൈകളും ലോകരക്ഷകനായ കർത്താവിനെ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കും വണ്ണമുള്ള ചിത്രം. പൂരപരിപാടികൾ നിയന്ത്രിക്കുന്ന ഇയാളാണെന്ന് ചിത്രത്തിൽ വ്യക്തം. ADGP രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറും ഒരു SP ആവുന്നത് എങ്ങനെയെന്ന് CPI മുഖപത്രം ചോദിക്കുന്നു. പൂരം എങ്ങനെ ഭംഗിയാക്കാം എന്നതിന് പകരം എങ്ങനെ കുളമാക്കാം, പൂരം കലക്കി എങ്ങനെ സുരേഷ് ഗോപി ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത്ത് നടത്തുന്ന വീഡിയോയിൽ കാണാം. പൂരം കലക്കിയതിൽ ചുക്കാൻ പിടിച്ച അജിത് കുമാർ തന്നെ കലങ്ങൽ അന്വേഷണം നടത്തിയാൽ താൻ അങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലാതെ നൽകാനാകുമോ? നാണംകെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനായിട്ട് അജിത്ത് കുമാർ നെഞ്ചുവിരിച്ച് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എന്റെ പൂരം കലക്കൽ റിപ്പോർട്ട്? ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന ആ ബാക്കി എന്ത് പറയാതെയാണ് ഭൂഷണം എന്ന് പരിഹസിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതായത് വലിയ രീതിയിലുള്ള വിമർശനം അജിത് കുമാറിനെതിരെ ഉന്നയിക്കുകയാണ് CPIയുടെ മുഖപത്രം. വിമർശനം മാത്രമല്ല, അപഹസിക്കുകയാണ് അജിത് കുമാറിനെ. ആ റിപ്പോർട്ടിനെ അടിമുടി തള്ളുകയാണ് CPI. എങ്ങനെ സർക്കാർ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, എങ്ങനെ മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാർ പൂരം കലക്കിയിട്ടില്ല, നേരത്തെയൊക്കെ പോലീസ് കലക്കി എന്ന് മാത്രമായിരുന്നു CPI പറഞ്ഞത്. ഇപ്പോൾ അജിത് കുമാർ തന്നെ പൂരം കലക്കി എന്ന് ഒരു സംശയമില്ലാതെ CPIയുടെ മുഖപത്രം പറയുന്നത് സ്വാഭാവികമായും CPIയുടെ കൂടി നിലപാടായി എടുക്കേണ്ടി വരും. അല്ലാതെ ഏതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. CPIയുടെ കടുത്ത അതിർത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPIയുടെ നേതാക്കൾ സുനിൽകുമാർ അടക്കം, അവിടുത്തെ സ്ഥാനാർത്ഥി സുനിൽകുമാർ അടക്കം മുന്നോട്ട് വച്ചിരുന്നു. ഇങ്ങനെ ഒരു നിലപാട് CPIക്കുള്ളപ്പോൾ എങ്ങനെയാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി സ്വീകരിക്കുക? എന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിക്കും. അത് അതേപടി വിശ്വസിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? അല്ലെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും അന്വേഷണം കൂടി പ്രഖ്യാപിക്കുമോ? സ്വാഭാവികമായും അജിത് കുമാർ ഈ ആരോപണം ഈ 5 മാസം മുമ്പ് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി അജിത് കുമാറിനോട് ആവശ്യപ്പെടുമ്പോൾ അജിത് കുമാർ ഇതിന്റെ ഒരു പ്രതിസ്ഥാനത്ത് കുറ്റാരോപിതനായി വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. അജിത് കുമാർ തന്നെയാണ് ഈ കുറ്റാരോപിതൻ. അജിത് കുമാറിനെതിരെയാണ് CPIയുടെ കൃത്യമായ വിമർശനം. അജിത് കുമാറിനെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അങ്ങനെ വരുമ്പോൾ അജിത് കുമാറിനെ എതിരെ തന്നെ ഉള്ള റിപ്പോർട്ട് അദ്ദേഹം തന്നെ അന്വേഷിച്ച് തനിക്ക് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള സ്വയം വെളുപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് നൽകിയെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. അത് എങ്ങനെ മുഖ്യമന്ത്രി സ്വീകരിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം തയ്യാറാകുമോ? ഇല്ലെങ്കിൽ ഇടതു രാഷ്ട്രീയത്തിന്റെ വലിയ പൊട്ടിത്തെറികൾക്ക് ഈ വിവാദം വഴിവെക്കുമെന്ന് ഉറപ്പാണ്. അരുണ്, ഒരു കാര്യം, അരുണ്, ഈ
യഥാർത്ഥത്തിൽ അൻവർ ഇത്ര ശക്തമായ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് വരെ CPIയും ചില പ്രതിഷേധങ്ങൾക്കപ്പുറം ഈ ADGPക്കെതിരെയോ പൂരം വിഷയത്തിലോ പൂരം വിവാദത്തിലോ ഇത്തരമൊരു നിലപാടെടുത്തിരുന്നില്ല. ഒന്ന്, ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷവും അവിടെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. ഇരു പാർട്ടികളിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഉണ്ടായ ചില മാറ്റങ്ങൾക്കപ്പുറം വ്യാപകമായ ഇടതു വോട്ടുകൾ, പ്രത്യേകിച്ച് CPM വോട്ടുകളൊന്നും ചോർന്നിട്ടില്ലെന്നായിരുന്നു അന്നത്തെ അവിടുത്തെ CPIയുടെ നിലപാട്. പക്ഷേ ഇപ്പോൾ അവർ നിലപാട് മാറ്റുന്നു എന്ന സൂചനയുണ്ട്. ബോധപൂർവമായി അവിടെ ഈ അജിത് കുമാർ ശ്രമം നടന്നെങ്കിൽ, അത്തരമൊരു നിലപാട് CPI മുന്നണി യോഗത്തിൽ എടുത്തെങ്കിൽ അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിവാദത്തിലൂടെ കൂടെ വീണ്ടും ഒരു ചർച്ചയായി മാറുന്ന സാഹചര്യം ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും പ്രശ്നങ്ങളുടെ അവസാനിക്കാൻ പോകുന്നില്ല. വരാനിരിക്കുന്നത് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് 2 വരാനിരിക്കുന്നു. ഒന്ന് പാലക്കാടും ഒന്ന് ചേലക്കരയും. രണ്ടും അടുത്തടുത്ത ജില്ലകളാണ്. തൃശൂർ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായി അവിടെയും മാറും. CPIക്ക് സ്വാധീനമുള്ള മേഖലകളാണ് ഈ തൃശൂരൊക്കെ. ഈ ചേലക്കര ഉൾപ്പെടെ വിഭാഗങ്ങൾ CPIക്ക് സ്വാധീനമുള്ള മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ പോലും ഒരുപക്ഷെ ഈ വിഷയങ്ങൾ ആളിക്കത്താം. തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിക്കുന്ന വിഷയമായി ഇത് മാറാം. അവിടെ എങ്ങനെ CPI ഇത്തരം നിലപാടെടുക്കും? രണ്ടിടത്തും CPM സ്ഥാനാർത്ഥികളാണ് മത്സരിക്കേണ്ടത്. അത് CPMന് വലിയ പ്രതിസന്ധിയാണ്. ചെറിയ വോട്ട് വ്യത്യാസം പോലും ഈ 2 മണ്ഡലങ്ങളിലെയും സാധ്യതകളെ ബാധിക്കാം. വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരും. സ്വാഭാവികമായും അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ മാനം രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമെങ്കിലും അവിടെ CPI സ്ഥാനാർത്ഥി നടത്തേണ്ടി വരും. ഇവിടെ CPMന്റെ പിന്തുണ അവർക്ക് കൂടിയേ കഴിയൂ. അങ്ങനെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ആഴ്ചകളിൽ തന്നെ 2 പാർട്ടികൾക്കും ഒരുമിച്ച് ചേർന്ന് പോകേണ്ട സാഹചര്യങ്ങൾ വരികയാണ്. തൊട്ടുപിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ വരും. മറ്റു സാഹചര്യമുള്ളത് എന്തിന് ഇങ്ങനെ നാണം കെട്ട് ചവിട്ടിത്തേക്കലുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇടതുമുന്നണി CPMനെ ഒപ്പം തുടരുന്നുവെന്ന ചോദ്യം CPIയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു വേണമെങ്കിൽ പറയാം. ചില നേതാക്കളൊക്കെ നേതൃയോഗങ്ങളിലടക്കം CPM മാത്രമല്ല, നമുക്ക് CPM ഉള്ള മുന്നണി മാത്രമല്ല, കോൺഗ്രസ് മുന്നണി നമുക്ക് ചേർന്ന് പോകാവുന്നതാണ്, തൊട്ടുകൂടായ്മ ഒന്നും അവരുമായില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ പ്രലോഭനങ്ങൾ ഇന്നലെ അടക്കം KPC അധ്യക്ഷനിൽ വരുന്നു. വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് CPIയും ഇടതു മുന്നണിയും കടന്നുപോകുന്നത്, ഇടതു രാഷ്ട്രീയം കടന്നുപോകുന്നത്. ഈ പൂരം കലക്കൽ റിപ്പോർട്ട്, ഈ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് അതേപടി മുഖ്യമന്ത്രിയും വിശ്വസിച്ച് വിഴുങ്ങുകയാണെങ്കിൽ, അത് അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് വലിയ പൊട്ടിത്തെറി ഇടതുമുന്നിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതിന്റെയൊക്കെ സൂചനകളായി ഇടത് നേതാക്കളുടെ പ്രതികരണങ്ങളെയും ഇടത് CPIയുടെ മുഖപത്രത്തിലെ ലേഖനങ്ങളെയും ഒക്കെ കാണാം. അജിത് കുമാർ തന്നെ പൂരം കലക്കി എന്നതിന് തെളിവുകൾ സഹിതമാണ് അവർ, അല്ലെങ്കിൽ അവരുടെ ഉറച്ച ബോധ്യത്തിലുള്ള അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനെ വാർത്ത ഇന്ന് ലേഖനം വരുന്നത്. ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. വരും ദിവസങ്ങളിലും ഇടത് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകും. ഈ പൂരം കലങ്ങൾ സംബന്ധിച്ച അജിത് കുമാറിന്റെ സ്വയം വെളുപ്പിച്ചുള്ള റിപ്പോർട്ട്. അരുൺ ഒന്ന് തുടരുക.